ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും. പ്രതിപക്ഷ എംഎൽഎമാർ സഭാ കവാടത്തിൽ ധർണ തുടരുന്നതിനാൽ യുഡിഎഫ് ഇന്നും സഭാ നടപടികളുമായി സഹകരിക്കാൻ സാധ്യതയില്ല. ഇന്നലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത്. സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ആയുധമാക്കിയേക്കും. എയ്ഡഡ് അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ഇന്ന് പ്രസ്താവന നടത്തും. ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. ഇന്ന് പിരിയുന്ന സഭ 23-നാണ് പിന്നീട് ചേരുക. ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതേ തുടർന്ന് ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രതിപക്ഷ MLAമാർ സഭാ കവാടത്തിൽ ധർണ തുടരുന്നതിനാൽ UDF ഇന്നും സഭാ നടപടികളുമായി സഹകരിക്കാനുള്ള സാധ്യതയില്ല. ഇന്നലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത്. സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ആയുധമാക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ എയ്ഡഡ് അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ഇന്ന് പ്രസ്താവന നടത്തും. ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. ഇന്ന് പിരിയുന്ന സഭ 23-നാണ് പിന്നീട് ചേരുക.